Welcome back, my dear students. So, in this lecture, we will be discussing about one of the classic examples of convergence. So, the result is, if C is any positive real number, then the sequence C raised to 1 by n, here the sequence xn is this, xn is C raised to 1 by n, converges to 1. So, if we take any positive real number, let's say 1 by 2. C is equal to 1 by 2. Then the sequence defined by C raised to 1 by n. Then that sequence is actually 1 by 2 raised to 1 by 1, which is 1. Next is 1 by 2 raised to 1 by 2. Next is 1 by 2 raised to 1 by 3. Next is 1 by 2 raised to 1 by 4, etc. This sequence always converges to 1. This is what we have to establish. So, ഇവിടെ സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ആൻസർ ഡിസ്റ്റിങ്ക്റ്റ് കേസസ് ആയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് 1ന്റെ അകത്ത് വി ചൂസ് സി ഈസ് ഈക്വൽ ടു 1 എന്ന്. ഓക്കെ, ദെൻ സി റേസ് ടു 1 ബൈ n ഈസ് ആക്ച്വലി 1 റേസ് ടു 1 ബൈ 1ന്റെ എത്ര nth റൂട്ട് എടുത്താലും വിച്ച് ഈസ് ഓൾവേസ് 1. So C raised to 1 by n is always 1, which is a constant sequence. That constant sequence is converges to, which is a constant sequence which converges to what? 1. Which converges to 1. So which is trivial. So if C is equal to 1 എന്നുള്ള കേസിൽ റിസൾട്ട് വളരെ ട്രിവിയൽ ആണ്. സോ ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ സി എന്നുള്ളത് സീറോയെക്കാട്ടിലും വലുതെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1ന്റെ കേസ് എടുത്തു. സോ ഇനി അടുത്ത എടുക്കേണ്ടത് 1നെക്കാട്ടിലും ചെറുതാകുന്ന കേസ്, അടുത്ത് 1നെക്കാട്ടിലും വലുതാകും. അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ കേസ് നമ്പർ 2 ഈസ് കൺസിഡർ സി ഗ്രേറ്റർ ദാൻ 1. സി ഗ്രേറ്റർ ദാൻ 1 ആകുന്ന കേസിൽ നമ്മൾ എടുക്കും. സി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സി റേസ് ടു 1 ബൈ n ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 1. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് വെച്ചിട്ടാണ്. സോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് സി ഗ്രേറ്റർ ദാൻ 1. ഇഫ് സി ഈസ് ആക്ച്വലി സി ഈസ് ഗ്രേറ്റർ ദാൻ 1, if c is greater than 1, then c raised to 1 by n is also greater than 1. Okay. അപ്പൊ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ഐഡിയ വെച്ച് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇഫ് പോസിബിൾ, ഓക്കെ, സി റേസ് ടു 1 ബൈ n ഇസ് ലെസ് ദാൻ 1. അതായത് സി റേസ് ടു 1 ബൈ n ലെസ് ദാൻ 1 ആണ്. 1നെക്കാട്ടിലും വലുതല്ല, ലെസ് ദാൻ 1 ആണ്. ദെൻ സി റേസ് ടു 1 ബൈ n into c raised to 1 by n, etc. c raised to 1 by n times is also less than 1. കാരണം 1നെക്കാട്ടിലും ചെറുതായിട്ടുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും അത് 1നെക്കാട്ടിലും ചെറുതാകത്തില്ല. സോ c raised to 1 by n into c raised to ഇത് n times മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി c raised to n by n കിട്ടും, which is less than 1, which implies c is less than 1. നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് സി എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഇത് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. സോ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. സോ സി റേസ് ടു 1 ബൈ n എന്താകില്ല, ലെസ് ദാൻ 1 ആകില്ല. സോ സി റേസ് ടു 1 ബൈ n ഈസ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, സോ ക്ലിയർലി സി 1നെക്കാട്ടിലും വലുതാണെങ്കിൽ അതിന്റെ nth റൂട്ട് ആയിട്ടുള്ള സി റേസ് ടു 1 ബൈ n ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇതുപോലെ തന്നെ ഇതിന്റെ ഇക്വലന്റ് റിസൾട്ട് ആണ് ഇഫ് സി ഈസ് ലെസ് ദാൻ 1, then c raised to 1 by n is also less than 1. ഇതേ റിസൾട്ടിന് നെഗേഷൻ ആലോചിച്ചാൽ മതി. c is less than 1, c raised to 1 by n is ഇതേപോലെ ചെയ്താൽ മതി. എടുക്കുന്നു c raised to 1 by n greater than 1 ആണെന്ന് എടുക്കുന്നു. c raised to 1 by n n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും greater than 1 എന്ന് കിട്ടും. സോ c greater than 1 എന്ന് കിട്ടും, which is not possible. ഇതേപോലെ തന്നെ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഒന്നാമത് c greater than 1 ആണെങ്കിൽ c raised to 1 by n is also greater than 1. അടുത്ത കേസിൽ c less than 1 എടുക്കുമ്പോൾ
നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം 0:1 is also less than 1. സോ ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ പ്രൂഫിലേക്ക് മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ പ്രൂഫ്. അപ്പോൾ നമ്മൾ ഇത് മാത്രം എടുക്കുന്നു. സോ c greater than 1 implies c⁻1/n is also greater than 1. Okay. So c⁻1/n നെ നമുക്ക് 1-നെക്കാട്ടിലും ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ c⁻1/n is equal to some 1 plus dn എന്ന് എഴുതുന്നു. കാരണം 1-നെക്കാട്ടിലും വലിയൊരു നമ്പറാണ്. ഈ നമ്പർ എന്ന് മാറുന്ന അനുസരിച്ച് മാറുന്നു. അതുകൊണ്ടാണ് 1 plus some പോസിറ്റീവ് നമ്പർ എന്ന് എഴുതുന്നത്. Where dn is greater than 0. ഇങ്ങനെ എഴുതുന്നത് ഈ c⁻1/n എന്നുള്ളത് 1-നെക്കാട്ടിലും വലിയൊരു നമ്പറാണ്. ഇത് ചിലപ്പോൾ 3 ആയിരിക്കാം. 3 ആണെങ്കിൽ 1 plus 2 എന്ന് എഴുതും. ഇത് 4 ആയിരിക്കാം, ചിലപ്പോൾ അപ്പം 1 plus 3 എന്ന് എഴുതും. ഇത് 5 ആയിരിക്കും, അപ്പൊ 1 plus 4 എന്ന് എഴുതും. സോ dn changes according with n എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമ്മൾ റൈസ് ടു ടേക്കിംഗ് പവർ n on both sides. നമ്മൾ രണ്ട് സൈഡിലും nth പവർ എടുക്കും. സോ ലെഫ്റ്റ് സൈഡിൽ c⁻n/n എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ 1 plus dn the whole raised to n. Okay. So ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് c⁻n/n എന്ന് വെച്ചാൽ c is equal to 1 plus dn the whole raised to n. Okay. So Bernoulli's inequality വീണ്ടും അപ്ലൈ ചെയ്യുക by which is greater than or equal to 1 plus n dn എന്ന് എഴുതാൻ സാധിക്കും by നമുക്ക് Bernoulli's inequality. ഓക്കെ, സോ അടുത്ത ഇത് മാത്രമായിട്ട് കമ്പയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. സോ നമുക്ക് കിട്ടിയത് c is greater than or equal to 1 plus n dn എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണെന്ന് ഇനി നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് c⁻1/n converges to 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, c⁻1/n converges to 1 എന്ന് വെച്ചാൽ ഈ dn converges to 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം c⁻1/n is actually 1 plus dn. 1 plus c⁻1/n converges to 1 എന്ന് വെച്ചാൽ actually 1 plus dn converges to 1, which implies dn converges to 0. കാരണം ഇതിപ്പോ ഒരു 0 അല്ലാത്ത വേറൊരു നമ്പറാണ്. ഇത് 2 ആണെന്ന് വെച്ചോളൂ. അപ്പൊ ഇതിന് ടോട്ടൽ ആൻസർ 1 plus 2 എന്ന് കിട്ടും, which is not equal to 1. സോ c⁻1/n എന്നുള്ളത് 1 plus dn ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് c⁻1/n converges to 1 എന്നാണ്, which is equivalent to saying that 1 plus dn is converges to 1. 1 plus dn converges to 1 ആകണമെങ്കിൽ dn should converges to 0. So our objective is actually to prove that dn converges to 0 എന്ന് പ്രൂവ് ചെയ്ത് നമുക്ക് ആൻസർ ആയി. dn converges to 0 ആണെങ്കിൽ 1 plus dn converges to 1 ആവും, which implies c⁻1/n converges to 1 ആവും. കാരണം c⁻1/n is actually 1 plus dn. അപ്പൊ നമ്മൾ ഈ ഒബ്ജക്റ്റിലേക്കാണ് നീങ്ങുന്നത്. ഓക്കെ, സോ അവിടെ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ എടുത്ത റിസൾട്ട് എടുക്കുക. c greater than or equal to 1 plus n dn. This can be written as ഈ 1 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ c-1 is greater than or equal to n dn. വീണ്ടും which implies c-1/n is greater than or equal to dn, or dn is less than or equal to c-1/n. Okay. So dn ഇനി നമുക്കപ്പം dn is less than or equal to c-1/n നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് dn converges to 0 എന്നാണ്, which means എന്താണ് modulus of dn minus 0, which is actually equal to dn. കാരണം dn ഒരു പോസിറ്റീവ് നമ്പർ എന്നാണ്, which is less than or equal to c-1/n. ഇതിനെ നമുക്ക് some c into an എന്ന് എഴുതാം, where an is actually 1/n and c is actually c-1. ഇത് ക്യാപിറ്റൽ c എന്ന് എടുക്കുക, ഇത് ക്യാപിറ്റൽ c ആണ്. ഓക്കെ, ഈ സ്മോൾ c greater than 1 ആയതുകൊണ്ട് c-1 is greater than
greater than 0. So capital C is greater than 0. So നമ്മൾ already പഠിച്ച റിസൾട്ടിലേക്ക് പോവുകയാണ്. So some sequence xn minus x is less than or equal to C into an, where an converges to 0 ആണെങ്കിൽ that sequence xn converges to x. So here xn ന് പകരം dn ആണ്, x ന് പകരം 0 ആണ്. So ആ result apply ചെയ്യുമ്പോൾ we can safely say that dn converges to 0. dn converges to 0 ആണെങ്കിൽ c raised to 1 by n is actually equal to 1 plus dn, which converges to 1. So നമുക്ക് c greater than 1 ന്റെ കേസിൽ നമുക്ക് റിസൾട്ട് കിട്ടി. ഇനി c equal to 1 ന്റെ കേസിൽ റിസൾട്ട് കിട്ടി. സോ ഇനി അടുത്ത ഒരേ ഒരു റിമൈനിങ് കേസ് എന്ന് വെച്ചാൽ സിയുടെ വാല്യൂ 0യുടെയും 1ന്റെയും ഇടയ്ക്ക് വരുമ്പോഴുള്ള ഒരു കേസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. സോ അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ കേസ് കൺസിഡർ ചെയ്യുന്നു. ലാസ്റ്റ് കേസ് ഈസ് 0 ലെസ് ദാൻ c ലെസ് ദാൻ 1. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് c ലെസ് ദാൻ 1 ആണെങ്കിൽ c റൈസ് ടു 1 by n ഈസ് ഓൾസോ ലെസ് ദാൻ 1. നമ്മൾ നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. സോ c റൈസ് ടു 1 by n ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ഒരു പ്രോബ്ലത്തെ നമ്മൾ ചെയ്തതിന്റെ കൂട്ട് b 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ b ക്യാൻ ബി റിട്ടൺ ആസ് സം b is equal to 1 divided by 1 plus a എന്ന രീതിയിൽ എഴുതിയ പോലെ തന്നെ ഇവിടെ b ക്ക് പകരം വന്നിരിക്കുന്നത് c raised to 1 by n ആണ്. c raised to 1 by n is less than 1 ആയതുകൊണ്ട് c raised to 1 by n നെ നമുക്ക് 1 divided by 1 plus some hn എന്ന് എഴുതാൻ പറ്റും. ഈ hn is some positive number. ഈ n മാറുന്നതനുസരിച്ച് ഈ hn മാറും. കാരണം നമ്മൾ b is equal to 1 divided by 1 plus a എന്ന് എഴുതിയ പോലെ തന്നെയാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് c raised to 1 by n converges to 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് converges to 1 ആകണമെങ്കിൽ c raised to 1 by n എന്ന് വെച്ചാൽ 1 divided by 1 plus hn converges to 1 ആയി. സോ which implies hn converges to 0 ആയാണ്. ഇതുപോലെ തന്നെ കാരണം 1 divided by 1 plus 0 ആണ് 1. സോ c raised to 1 by n converges to 1 ആകുന്നതിന് പ്രൂവ് ചെയ്യുന്നതിന് പകരം we only have to prove that hn converges to 0. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതിനുവേണ്ടി നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നു. സോ we have c raised to 1 by n is equal to 1 divided by 1 plus hn. സോ nth പവർ രണ്ട് സൈഡിലും എടുക്കുമ്പോൾ c is equal to 1 divided by 1 plus hn the whole raised to n എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ തൊട്ടു മുമ്പേ ചെയ്ത പ്രോബ്ലത്തിന്റെ കൂട്ട് തന്നെ b is equal to 1 divided by 1 plus a എന്ന് എഴുതിയപ്പോൾ b raised to n is equal to 1 divided by 1 plus a the whole raised to n, which is less than or equal to 1 divided by 1 plus n എന്ന് എഴുതി by Bernoulli's inequality. ഓക്കെ, ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിന്റെ അകത്ത് എയുടെ സ്ഥാനത്ത് dn എന്ന് വന്നതേ ഉള്ളൂ. ഓക്കെ, സോ c is equal to 1 divided by 1 plus hn the whole raised to n, which can be written as 1 divided by 1 plus n hn എന്ന് എഴുതാൻ സാധിക്കും by Bernoulli's inequality. Okay. So next is നമുക്കറിയാം 1 plus n hn is greater than or equal to n hn. സിമ്പിൾ ഇൻഇക്വാലിറ്റി ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 divided by 1 plus n hn is less than or equal to 1 divided by n hn. So c is equal to 1 divided by 1 plus hn the whole raised to n, which is less than or equal to 1 divided by 1 plus n hn. 1 divided by 1 plus n hn is less than or equal to 1 divided by n hn. Okay, ഈ ഇൻഇക്വാലിറ്റി അപ്ലൈ. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് hn converges to 0 എന്നാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടും ലാസ്റ്റ് പാർട്ടും മാത്രം എഴുതുമ്പോൾ c less than or equal to 1 by n hn എന്ന് കിട്ടും. which implies hn is less than or equal to 1 by n into c എന്ന് കിട്ടും. സോ നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ച റിസൾട്ട് ആണിത്. an is equal to 1 by n എന്നും c is equal to 1 by c എന്നും ചൂസ് ചെയ്താൽ hn modulus of hn minus 0, which is equal to modulus of hn positive and which is equal to hn is less than or equal to of the form c into n. ഇവിടെ n converges to 0 ആണ്, which implies ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും hn converges to 0. So hn converges to 0 ആണെങ്കിൽ we can trivially say that hn converges to 0 ആണെങ്കിൽ c raised to 1 by n converges to 1 divided by 1 plus 0, which implies that c raised to 1 by n converges to 1. So
മൂന്ന് കേസിലും c raised to 1 by n converges.